മമ്മൂട്ടിയുടെ മരുമകനായിട്ടുള്ള അഷ്കർ സൗദാൻ അഭിനയിച്ച ദ കേസ് ഡയറി എന്ന ഏറ്റവും പുതിയ മലയാളം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ടൈപ്പ് പാട്ടുകളും കാര്യങ്ങളും കയറി വരുന്നതായിട്ട് ശ്രദ്ധിച്ചു. കണ്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ ചിരിപ്പിക്കുന്ന ക്ലീഷയുടെ ആറാട്ടാണ് ഈ പടം. പടം കഴിഞ്ഞ് റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സംവിധായകനെ കുറിച്ച് ഒന്ന് തപ്പി നോക്കി. പുള്ളിയുടെ IMDb പേജിൽ പോയപ്പോൾ ഇതിൻ്റെ മുന്നേ മൈ ഡിയർ മച്ചാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ പുള്ളി ചെയ്തതായിട്ട് കണ്ടു. ആ സിനിമ തപ്പിപ്പോയപ്പോൾ കേസ് ഡയറിയുടെ അതേ പ്രൊഡ്യൂസർ, ഏറെക്കുറെ അതേ സ്റ്റാർ കാസ്റ്റ്, സിനിമാറ്റോഗ്രാഫറും സെയിം. അങ്ങനെ ഞാൻ ആ സിനിമയുടെ ട്രെയിലർ എടുത്ത് കണ്ടു നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ കണ്ട കേസ് ഡയറി എന്ന സിനിമയിലെ ഒരുപാട് രംഗങ്ങൾ ഈ മൈ ഡിയർ മച്ചാൻസ് എന്ന് പറയുന്ന സിനിമയിലും ഉണ്ട്. ബേസിക്കലി ആ ഒരു പടത്തിൻ്റെ ഫൂട്ടേജ് എടുത്ത് ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ് പുതിയ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് തട്ടിക്കൂട്ടിയൊരു സിനിമ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവർ. രണ്ട് പടത്തിലും അഷ്കർ സൗദാൻ രണ്ട് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ പടത്തിൽ പുള്ളിക്ക് ഡബിൾ റോളായി. CI ക്രിസ്റ്റി സാം കുറച്ച് ഇൻ്റർസ്റ്റേറ്റ് കള്ളന്മാരെ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ പോകും. ആ മിഷനൊക്കെ വളരെ ഗംഭീരമായിട്ട് തീർത്ത് കഴിയുമ്പോഴാണ് പുള്ളി അവിടെ വെച്ചൊരു കാര്യം മനസ്സിലാക്കുക. സ്പോയിലർ അലേർട്ട്, അനാഥാലയത്തിൽ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഇരട്ട സഹോദരൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നുവെന്ന്. ബൈ ദ വേ, നമ്മുടെ നായകനെ അയാളുടെ പാരൻസ് ദത്തെടുത്തതാണ്. തൻ്റെ സ്വന്തം ചോര എങ്ങനെയാണ് മരിച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള ക്രിസ്റ്റി സാമിൻ്റെ അന്വേഷണങ്ങളാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. 2 കൊല്ലം മുന്നേ ഏതാണ്ട് ഇതേ സമയത്ത് അച്ഛനൊരു വാഴ വെച്ചു എന്ന് പറഞ്ഞൊരു പടം കാണാൻ ഞാൻ പോയിരുന്നു. AV അനൂപ് നിർമ്മാണവും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്ത ആ സിനിമ അന്ന് കാണാൻ പോയപ്പോൾ ഞാനൊഴികെ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും AV അനൂപ് നടത്തുന്ന മെഡിമിക്സ് സ്ഥാപനവുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടവരായിരുന്നു. പടം കണ്ടിരിക്കാൻ അന്യായ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും മുതലാളിയോടുള്ള നന്ദി അന്ന് അവിടെ ഉണ്ടായിരുന്നവർ കാണിച്ചിരുന്നു. ഇന്ന് കേസ് ഡയറി എന്ന സിനിമ കാണാൻ പോയപ്പോഴും ഇതുപോലെ നിർമ്മാതാവിൻ്റെ ബിസിനസ്സിൽ തൊഴിലെടുക്കുന്നവരോ അതുമായിട്ട് ബന്ധപ്പെട്ടവരോ ഒക്കെ ആയിരുന്നു ഞാൻ പോയ തിയേറ്ററിൽ ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. ഇത് പറയാൻ കാരണം നിർമ്മാതാവിൻ്റെ ബിസിനസ് സംരംഭങ്ങളുടെ പേരുകൾ സിനിമയിൽ കാണിക്കുമ്പോൾ നായകന് കിട്ടിയതിനേക്കാൾ കയ്യടി കിട്ടുന്നുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത്, അങ്ങനെ വന്ന ഓഡിയൻസിന് പോലും ചിരി അടക്കാൻ പറ്റാത്ത വിധം അങ്ങേയറ്റത്തെ ദുരന്തം സിനിമയാണ് ദ കേസ് ഡയറി. ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു പ്രശംസയായി പോകും. ഇത്രയും കാലപ്പഴക്കം ചെന്ന ഐറ്റം കൊണ്ട് 2025 മലയാളി ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് വരാൻ കാണിച്ച ധൈര്യത്തിന് പ്രത്യേക ജൂറി പരാമർശം എന്തായാലും കൊടുക്കണം. ഞാനിതിൽ നായകനും നായികയും കണ്ടുമുട്ടുന്ന സീന് നിങ്ങളോട് പറയാം. CI ആയിട്ടുള്ള നായകൻ ലഹരി കേസിലെ പ്രതികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ മെഡിക്കൽ എടുക്കാൻ വരുന്നു. നായിക ജാട ഇട്ടുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകണം, ഗുണ്ടകളെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായിട്ടും ഗുണ്ടകൾ നായികയെ കൈയേറ്റം ചെയ്യുന്നു. നായകൻ ഓടി വന്ന് ഗുണ്ടകളിൽ നിന്നും നായികയെ രക്ഷിക്കുന്ന മൊമെന്റിൽ തന്നെ അൾട്രാ സ്ലോ മോഷനിൽ നായികയ്ക്ക് നായകനോട് പ്രേമം വരുന്നു. അന്ന് രാത്രി തന്നെ രണ്ടുപേരും തമ്മിൽ എല്ലാം സെറ്റായിട്ട് ഒരു പാട്ട് സീനിലേക്ക് പോവുകയാണ്. ആ പാട്ട് സീൻ പക്ഷേ സംഭവിക്കുന്നത് 70-ലോ 80-ലോ മറ്റോ ആണ്. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ മൈ ഡിയർ മച്ചാൻസിന് വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ച പാട്ടാണ് ഈ പടത്തിൻ്റെ അകത്തേക്ക് ആ പോയിന്റിൽ അവർ കുത്തിക്കയറ്റിയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഗുണ്ടകളെ കണ്ടിട്ട് ഐസായി പോയ നായിക പക്ഷെ പടം കഴിയുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് 4-5 ഗുണ്ടകളെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ സീനും എടുത്ത് ഇങ്ങനെ ഓരോ പാരഗ്രാഫ് എഴുതാനുള്ള സാധനമുണ്ട്. ഈ പടം ഉടനെ OTT റിലീസ് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ മാധവ് സുരേഷിന് കുറച്ച് കാലത്തേക്ക് റെസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലും നായകൻ അനാഥനാണ്, അതും ഡബിൾ റോളിൽ. ഈ ബെൻസി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുമായിട്ട് മൾട്ടിപ്പിൾ ഫിലിം ഡീല് വല്ലതും അഷ്കർ സൗദാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള 2 സിനിമകൾ DNA, ബെസ്റ്റി, ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്തത് ഇതേ നിർമ്മാതാവ് തന്നെയാണ്. നമുക്ക് ആർക്കും കാണാൻ പറ്റാത്ത എന്തോ ഒരു പ്രത്യേകത ആ നിർമ്മാതാവ് അഷ്കറിൽ കാണുന്നുണ്ട്. ഏതായാലും അത് അഭിനയമല്ല എന്ന് ഉറപ്പിച്ച് പറയാം. കാരണം അഭിനയത്തിൽ അദ്ദേഹം ആർക്കെങ്കിലും ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടെങ്കിൽ അത് ദുൽഖർ സൽമാൻ്റെ മറ്റൊരു കസിൻ ബ്രദർ ആയിട്ടുള്ള മക്ബൂൽ സൽമാനാണ്. സിനിമയുടെ അവസാന ഭാഗത്തേക്കൊക്കെ പുള്ളിക്ക് കുറേ റൈം ചെയ്യുന്ന ടൈപ്പ് പഴയ രഞ്ജി പണിക്കർ ഹാങ് ഓവറുള്ള കുറേ ഡയലോഗുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലേ സ്കൂളിൻ്റെ ആനുവൽ ഡേ ഫംഗ്ഷന് അടിപൊളി പാട്ടിട്ടിട്ട് ചെറിയ കുട്ടികൾ ചുമ്മാ കാലിളക്കിയാലും കുടുംബക്കാരും ബാക്കിയുള്ളവരും മൊത്തം കൈയടിക്കുന്നത് പോലെ ഞാൻ കണ്ട തിയേറ്ററിലെ ഓഡിയൻസ് പുള്ളിക്ക് വേണ്ടി ആർത്ത് ചിരിച്ചുകൊണ്ട് കൈയടിക്കുന്നുണ്ടായിരുന്നു. ഇതിലെ മറ്റൊരു കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത് രാഹുൽ മാധവാണ്. ഒരു കാലത്തൊരു ഭാവി വാഗ്ദാനം പോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇത്തരം സിനിമകളിൽ വന്നുവിടുന്ന ഒരവസ്ഥ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നി. നായികയായിട്ട് വന്നിട്ടുള്ള സാക്ഷി അഗർവാളിന് ഗ്ലാമർ പ്രദർശനമല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. നായകൻ്റെ അച്ഛൻ്റെ റോള് ചെയ്തിട്ടുള്ളത് വിജയരാഘവനാണ്. പുള്ളിക്കും മാസം അടയ്ക്കാൻ EMI ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മീഷോയിൽ നിന്ന് കിട്ടിയ അബ്രാം ഖുറേഷിയായിട്ട് വന്നിട്ടുള്ള റിയാസ് ഖാൻ ക്ലൈമാക്സിൽ ഈ സിനിമ കാണുന്നവർക്ക് ചിരിക്കാനുള്ള വകുപ്പ് തരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ മൈ ഡിയർ മച്ചാൻസ് എന്ന സിനിമയിൽ നിർമ്മാതാവ് തൃപ്തനല്ലാത്തത് കൊണ്ടായിരിക്കണം അതിൽ ഷൂട്ട് ചെയ്ത് വെച്ച സാധനത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു സിനിമ ഉണ്ടാക്കാൻ പുള്ളി പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ് KV അബ്ദുൽ നാസർ അപ്രൂവ് ചെയ്ത സിനിമ ഈ കോലത്തിലുള്ളതാണെങ്കിൽ ആദ്യം ഇവർ ഉണ്ടാക്കി വെച്ച സാധനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. ഈ സിനിമയുടെ പ്രദർശനം നടക്കുന്ന ഏതെങ്കിലും തിയേറ്ററിൽ രഹസ്യമായിട്ട് കയറി ചെന്ന് ആളുകളുടെ റെസ്പോൺസ് കാണുന്നത് അഷ്കർ സൗദാന് ഒരു നല്ല റിയാലിറ്റി ചെക്ക് സമ്മാനിക്കും. നിലവിൽ പുള്ളി പ്രകടനം കൊണ്ടും തിരക്കഥ തിരഞ്ഞെടുക്കുന്നതിലൂടെയും ആശ്വാസം നൽകുന്ന ഒരേ ഒരു വ്യക്തി എൻ്റെ അഭിപ്രായത്തിൽ മാധവ് സുരേഷാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്